ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ലൂസിയെ മാത്രമായിട്ട് പുറത്ത് വിടാൻ പോവാണ് കേട്ടോ. ലൂണെ കൂട്ടിന് തുറന്നു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ലൂണ വെള്ളം കൊടുത്തതിന് കൊട്ടി വെച്ചിരിക്കുന്നു. ലൂസിയുടെ പാത്രത്തിലും വെള്ളമില്ല കേട്ടോ. രാവിലെ തന്നെ ഗ്യാസ് നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ടാപ്പിൻ്റെ എന്തെങ്കിലും സൗകര്യം തന്നെ അവർക്ക് ചെയ്തു കൊടുക്കണം. ഹായ്, ഇന്ന് നമ്മുടെ ലൂസിയെ മാത്രമായിട്ട് തുറന്നു വിടാൻ പോവാണ്. അപ്പോൾ ലൂണയുടെ എക്സ്പ്രഷൻ എന്തൊക്കെയാണ്, ലൂണ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നൊക്കെ നോക്കാട്ടോ. ലൂസി നിന്നെ മാത്രം വിടട്ടടാ. ലൂസി മാലാട്ടിൽ കണ്ട സെറ്റ്. ലൂസി വിടട്ടടാ. ലൂസി പൊക്കാം. കണ്ട ലൂസിയെ പുറത്ത് വിട്ടു. നമ്മള് ലൂണ കൂട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മള് ലൂണെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്ത് നോക്കാൻ വേണ്ടിയിട്ടാണിത്. പക്ഷെ അവളെ വിട്ട് പോകണില്ല. കണ്ട അവളെ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ ഒരു സ്നേഹം അല്ലടാ. ആഹാ ലൂസി, ലൂണ വിടണോടാ. വീട്ടിലത്തെ അവിടെ മാറ്റിനെയൊക്കെ ഇഴുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. വലിച്ചിട്ട് അവിടെ വീടിന്റെ ഫ്രണ്ടിലിട്ട മാറ്റാണ്. എൻ്റെ പഴയ സോക്സ് എല്ലാം ഇന്നലെ രാത്രി കുറച്ചു നേരം അവരെ പുറത്ത് വിട്ടിട്ട് ഞാൻ ഉള്ളിൽ പോയതാ. ഇതിൽ ലൂണയ്ക്കാണ് ഈ സ്വഭാവം. ഈ അവിടെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നൊരു പരിപാടി നമ്മുടെ ലൂണക്കൊട്ടനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലൂണെ ഫസ്റ്റ് തുറക്കാതിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ കുറെ പറഞ്ഞു അവളോട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ എന്നാലും ലൂണ നമ്മളിവിടെ പുറത്തില്ലെങ്കിൽ, നമ്മൾ പുറത്തുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. നമ്മളകത്ത് പോയാൽ ഇവര് ഇതേ പരിപാടി അല്ലേ. ലൂസി എന്നോട് ലൂണെ തുറക്കാൻ പറയാൻ കേട്ടാ. ഒന്ന് തുറക്കുവോ എന്ന് ചോദിക്കുകയാണ് അല്ലേ ലൂസി. അടി നമുക്ക് പോവാം, നടക്കാൻ പോവാം. അവളൊന്നും വിടണ്ട. വാ നടക്കടി. ലൂസി നടക്ക്. ലൂണ വിടാത്തതിന്റെ ഒരു വിഷമമുണ്ട് അവൾക്ക്. വാടാ ലൂസി കം. കളിക്കുമ്പോഴും മറ്റേക്ക് ലൂണ വേണം. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ആരും വേണ്ട, ഒറ്റയ്ക്ക്. അതേ തന്നെ അവളും ഇവിടെ കടിച്ച് മുഴുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കഴിക്കുമ്പോൾ മാത്രം അങ്ങോട്ട് സെറ്റല്ല, ബാക്കി എല്ലാം ഓക്കെയാണ് അല്ലേ ലൂസി. ലൂസി ഉള്ളിനാണണ്ട. ലൂണ അവിടെ നിന്ന് കുരക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നുണ്ടാവും വിചാരിക്കണം. കുറച്ച് ദൂരെയാണിപ്പോൾ, പക്ഷെ എന്നാലും അവള് കുരയ്ക്കുന്നൊക്കെ കേൾക്കാൻ പറ്റും ഇല്ലടാ. രാവിലെ എണീറ്റ കുറച്ച് ദൂരം നടക്കാം. ചെയിനിലിട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് വെറുതെ പിന്നാലെ വന്ന് ക്യാമറയും കൊണ്ട് നടന്നാൽ മതി. ഞാൻ അവരെ പുറത്ത് വിടുന്ന സമയമായിരിക്കും നമ്മൾ കുറച്ച് കൂടുതൽ അവരെ ഷൂട്ടിങ്. അവരെ ഈ പുറത്ത് വിടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അവിടെ കാര്യങ്ങളൊക്കെ സ്ഥിരം പോകുന്ന ആൾ. അവർക്ക് ഇതുപോലെ കുറച്ച് ഇലയും ഇല്ലെങ്കിൽ കുറച്ച് പുല്ലോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന ഭാഗങ്ങളിലായിരിക്കും ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ പോവുക അല്ലേ ലൂസി. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഈ സംഭവം നോക്കും വേണം. ഇവർ പുറത്തേക്ക് പോകുന്ന സംഭവം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ വല്ല വംശമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പറയാൻ നായിനെ വളർത്തുക. അല്ലാണ്ട് മറ്റേ പ്രൊഫഷണൽ ഡോക്ടറെയോ ഡോഗിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടോ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ. നമ്മളിവിടെ വളർത്തുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാറുള്ളത്. ഇവിടെ ലൂസിയുടെ നടത്തമൊക്കെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 10-15 മിനിറ്റ് ആയി. ഇനി നമ്മൾ ലൂസിയെ കൂട്ടിൽ കയറ്റാനായിട്ട് പോവാണ്. ലൂസിയെ കൂട്ടിൽ കയറ്റിയിട്ട് വേണം ലൂണെ തുറന്നു വിടാൻ. ഇന്ന് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നില്ല രാവിലെ അല്ലേ ലൂസി. കയറടാ, വാ ലൂസി കം കയറ്. ലൂസി കൂട്ടി കയറാൻ മടിയാണ് കേട്ടോ. നോക്കാം, ഫസ്റ്റ് ടൈം തന്നെ കയറുമോ നോക്കാം. അതല്ലെങ്കിൽ ഒരു വടിയെടുത്ത് കാണിച്ചാൽ ലൂസി കൂട്ടിനകത്ത് കയറും. ലൂസി കയറ്. ഫസ്റ്റ് കയറ്. ചില സമയത്ത് ലൂസിക്ക് മാത്രം ഇച്ചിരി മടിയാണ്. അതാ കണ്ടേ, ഇറങ്ങി ലൂസി ഇറങ്ങി. ഇനി കയറില്ല. ലൂസി കയറി കൂട്ടില്. ഇന്ന് കയറിയല്ലോ, അത്ഭുതമാണല്ലോ.
മ്യൂസിയാൾ കൊള്ളാലോ ഒന്ന്. നമുക്ക് ലോണേ ഒന്ന് തുറന്നു വിടാട്ടാ. ചാടി ആദ്യം അവളെ വിടാത്തതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അവൾ എന്നോട്. എടേ പോടേ, ഇവിടെ നടക്ക്, ഓടടാ. നോക്ക് ലൂസിയെ ഇത്ര നേരം വിട്ടിട്ടും ലൂസി കിടന്ന് കുരയ്ക്കുന്നു. പോടാ ലൂണ. പോടാ. ലൂണ. ലൂണ ഓടിക്കൊണ്ട് വരണണ്ട. ലൂണ, ലൂണ എന്തോടാ പുല്ലും നിന്നോണ്ട് നടക്കണ? ലൂണയുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നു. രാവിലെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് അഴിച്ചു വിടുന്ന സമയത്ത് നോക്കേണ്ട കാര്യമില്ല. അതായത് ചെയിനും പിടിച്ചുകൊണ്ട് പിന്നാലെ നടന്നപ്പന്മാര് ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് അത്രയും സമയം വരെ നമുക്ക് നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതുപോലെ അഴിച്ചു വിട്ട് ശീലിപ്പിക്കുമ്പോൾ അതൊക്കെയാണ് ഒരു ഗുണങ്ങൾ. കണ്ടോ, അതേപോലെയൊക്കെ കറങ്ങാൻ പോയില്ലെങ്കിൽ നമ്മൾ ലീസും പിടിച്ച് ഇങ്ങനെ അവന്മാരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ വരും. ഞാൻ ഈ ഷൂട്ട് ചെയ്യണം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പിടുമ്പോൾ വീഡിയോ എടുക്കുന്ന അവിടെ പട്ടി എന്ന് പറയുന്നുണ്ടാവും. കയറ്റാൻ പോവാൻ കേട്ടോ. ലൂണ വാടാ, കൂട്ടി കയറടാ. യെസ്, ലൂണയും അപ്പോൾ കൂട്ടിൽ കയറി. ഇപ്പം ഇന്ന് രാവിലത്തെ വാക്കിംഗ് ടൈം കഴിഞ്ഞു. ലൂണ സെറ്റ്, ലൂണ സെറ്റ്, ലൂണ സെറ്റ്. സെറ്റ് പറഞ്ഞാൽ പുറത്തേക്ക് വരുവാണ് അവിടെ ആ പട്ടി. ലൂണ കയറാ കൂട്ടില്, കയറടാ കൂട്ടില്. ലൂണ കേറടാ, കയറാ കൂട്ടില്. ഡാ കയറാ കൂട്ടില്. അത്രേ ഉള്ളൂ. കുറച്ച് ചീത്തയൊക്കെ പറയേണ്ടി വരും. എന്നാൽ മാത്രമേ ചിലപ്പോൾ കയറുള്ളൂ. അത് വീണ്ടും ഇറങ്ങണ്ട. ഡാ അത്രേ ഉള്ളൂ. കുറച്ച് സൗണ്ട് ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അവള് ലൂണ സെറ്റ്, ലൂണ സെറ്റ്. അവിടെ ആളെ കണ്ടു അങ്ങോട്ട് പോയി. ഡാ ലൂണ കം. പറഞ്ഞതേ ഒന്നും കേൾക്കുന്നില്ല പഴയ പോലെ. ലൂണ കയറടാ കൂട്ടില്, കേറടാ. ലൂണ സെറ്റ്, സെറ്റ്. ഓ ഇത്രയും പറയേണ്ടി വന്നു ഇല്ലടാ. നിനക്ക് എന്താ പറയാതിരിക്കാൻ പറ്റില്ലേ?